ഗവർണറെ മർദ്ദിച്ച സംഭവത്തിൽ എസ്എഫ്ഐക്കാരുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. IPC 124 വകുപ്പ് പ്രകാരമുള്ള കുറ്റം തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. സർക്കാർ ജോലി ലഭിക്കില്ല. ഗവർണറെ തടഞ്ഞ് ആക്രമിച്ചത് സ്റ്റേറ്റിനെതിരായ കുറ്റകൃത്യമാണെന്നാണ് FIR-ൽ പറയുന്നത്. അതേസമയം തന്നെ SFIക്കാർക്കെതിരെ കോടതിയിൽ ബുധനാഴ്ച സ്വീകരിച്ച നിലപാട് മയപ്പെടുത്തിയ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്നലെ നിലപാട് മാറ്റിയിരുന്നു. രാഷ്ട്രപതി, ഗവർണർ തുടങ്ങിയവരെ ആക്രമിക്കുന്നതിനെതിരെയുള്ള IPC 124 വകുപ്പ് ചുമത്തിയത് ശരിയല്ലെന്ന് APP പറഞ്ഞു. ഇതിനെ പ്രതിഷേധം മാത്രമായേ കാണാനാകൂ, മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാനാകില്ല. ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ തടസ്സം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ കുറ്റം ചെയ്താലല്ലേ IPC 124 നിലനിൽക്കൂ എന്ന സംശയവും ഉന്നയിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റം നിലനിൽക്കുമെന്ന് APP വ്യക്തമാക്കി. ഗവർണർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പോവുകയായിരുന്നു എന്ന് പോലീസ് റിപ്പോർട്ടിലില്ലെന്നും വിദ്യാർത്ഥികൾ സാധാരണ പ്രതിഷേധിക്കാറുള്ളതുപോലെയാണ് ഇവിടെയും സംഭവിച്ചതെന്നും പ്രതികളുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായ ഗവർണറെ തടയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും IPC 124 പ്രകാരം ഗുരുതര ക്രിമിനൽ കുറ്റമാണ്. 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട്. രാഷ്ട്രപതി, ഗവർണർ എന്നിവരെ തടയാനോ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഈ വകുപ്പ് ചുമത്തുക. കണ്ണൂർ വാഴ്സിറ്റിയിൽ ഗവർണർക്കെതിരെ കയ്യേറ്റമുണ്ടായപ്പോൾ ഈ വകുപ്പ് അനുസരിച്ച് കേസെടുക്കാവുന്നതാണെന്ന് ഗവർണർ പറഞ്ഞിരുന്നു. എന്നാൽ പ്രതിഷേധക്കാർ ഗവർണറെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തുകയോ ഗവർണർക്ക് സമീപം എത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് മുന്നോട്ടു പോയത്. അതേസമയം SFIയുടെ വെല്ലുവിളിയെ അതേ നാണയത്തിൽ നേരിടാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തി. SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താമസിക്കാൻ ഒരുങ്ങുകയാണ്. കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ 16 മുതൽ 18 വരെ താമസിക്കാനാണ് ഗവർണറുടെ തീരുമാനം. ഗവർണറെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു SFIയുടെ പ്രഖ്യാപനം. നേരത്തെ കോഴിക്കോട്ടെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനായിരുന്നു ഗവർണറുടെ തീരുമാനം. ആ തീരുമാനം മാറ്റിയാണ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം ഇപ്പോൾ തയ്യാറാക്കിയ ടൂർ പ്ലാൻ അനുസരിച്ചാണ് തീരുമാനം. 18-ന് സർവകലാശാലയിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം SFI തിരുവനന്തപുരത്ത് നടത്തിയ പ്രതിഷേധം ആക്രമണമാണെന്നും തെരുവിൽ തന്നെ അതിനെ നേരിടുമെന്നും ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു. ഗവർണറുടെ തീരുമാനം പ്രതിഷേധിക്കാൻ ഇറങ്ങുന്ന SFI പ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയാണ്. ഗവർണർക്കെതിരെ SFIയുടെ സമരം അതിരുവിട്ടപ്പോൾ സംസ്ഥാനത്തെ കരിങ്കൊടി പ്രതിഷേധം രാഷ്ട്രീയവും ഭരണപരവുമായ പ്രശ്നമായി മാറുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതിസുരക്ഷാ വിഭാഗത്തിലുള്ള ഗവർണർ പൊതുനിരത്തിൽ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടെന്ന് അദ്ദേഹം തന്നെ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുന്ന സാഹചര്യം ഭരണപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്.